ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സക്സസ് ആയൊരു KFCയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ ചിക്കൻ കറിക്ക് മേടിച്ച ചിക്കനാണ്. അതുകൊണ്ടാണ് ഈ ഒരു സൈസിലുള്ള പീസ് വന്നേക്കുന്നത്. അതിൽ ബോണ് വേറെ ഫ്ലഷ് വേറെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഇത് 1 ഗ്ലാസ് പാല്, വീണ്ടും ഒരു 1/2 ഗ്ലാസ് പാല്, 1 ടേബിൾ സ്പൂണോളം വിനീഗർ. 1 ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം, ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂണാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടേക്കുന്നത്. നിങ്ങൾക്കത് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഫുള്ളായിട്ടോ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ചെയ്തതാണ്. ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യാൻ. ഇതിലേക്ക് ആ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. 4 മണിക്കൂറോ 6 മണിക്കൂറോ ആയാലും കുഴപ്പമില്ല. വിനീഗറും ഉപ്പും കറക്റ്റായിട്ട് അതിൽ വേണം, അല്ലെങ്കിൽ ചിക്കൻ്റെ അത് കറക്റ്റ് പിടിക്കത്തില്ല. ഇത് മുക്കി വെച്ച് കഴിയുമ്പോൾ ചിക്കൻ അത്രയും സോഫ്റ്റായി കിട്ടും. അതടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം 1 കപ്പ് മൈദ, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കോൺഫ്ലവറും. ഇത് നമുക്കതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി. ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഹെർബ്സ് ഉള്ളവർക്ക് ഹെർബ്സ് ആഡ് ചെയ്യാം. ഈ ഹെർബ്സ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. അത് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 4 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ടേ മിക്സ് ചെയ്യാവുള്ളൂ. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടത് 1 കപ്പ് മൈദ, ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മുട്ട. ഇത്രയും കൂടെ നന്നായിട്ട് നമ്മുടെ ഏത്തയ്ക്കാപ്പത്തിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, ആ മിക്സിൻ്റെ പരുവത്തിൽ തണുത്ത വെള്ളം ഒഴിച്ച് കറക്റ്റ് പരുവത്തിൽ അത് കലക്കിയെടുക്കണം. അതാണ് ആ കൂട്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചിക്കൻ പാത്രത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ആ കൂട്ടിൽ മൈദ മിക്സിലും മൈദ പൊടിയിലും കവർ ചെയ്യണം. ആദ്യം മൈദ നമ്മൾ കലക്കി വെച്ചതിലും പിന്നെ മൈദയുടെ പൊടിയുണ്ടല്ലോ ആ പൊടിയിലും ഇട്ടിട്ട് ഒരു ബൗൾ തണുത്ത വെള്ളം വേണം. ആ തണുത്ത വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഇട്ടേക്കണം. വീണ്ടും അടുത്ത പീസ് എടുത്തിട്ട് മൈദ കലക്കിയ കൂട്ടിലും മൈദയുടെ പൊടിയിലും കൈ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ പെട്ടെന്ന് മാവ് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തത്. തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടത് കുടഞ്ഞെടുക്കുമ്പോൾ തന്നെ KFCയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് വീണ്ടും ആദ്യത്തെ കോട്ടിങ് പോരാ, നല്ല കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ 2 തവണ ഈ പ്രോസസ്സ് ചെയ്യണം. അതായത് മൈദ മിക്സ് ചെയ്ത കൂട്ടിലിടുക, അത് കഴിഞ്ഞിട്ട് മൈദ പൊടിയിലിടുക, തണുത്ത വെള്ളത്തിലിടുക, എന്നിട്ട് വീണ്ടും മൈദ കൂട്ടിലിട്ട് മൈദയുടെ ആ കലക്കി വെച്ചേക്കുന്ന കൂട്ടിലിട്ട് മൈദയുടെ പൊടിയിലിട്ട് കുടഞ്ഞ് ചിക്കൻ തിളച്ച് നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം ഇടാൻ. എൻ്റെ ആക്രാന്തം കാരണം എൻ്റെ എണ്ണയ്ക്ക് ഇച്ചിരി ചൂട് കുറവായിരുന്നു ആദ്യം, പിന്നെ അത് കറക്റ്റ് ചെയ്തു. ആക്രാന്തം, തിന്നാനുള്ള ആക്രാന്തമല്ല, ഇത് എന്താകും ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു ആക്രാന്തം. അങ്ങനെ ചിക്കൻ അതിലിട്ടെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. സിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടാണ് ഫ്രൈ ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രമേ ഞാൻ പറഞ്ഞ ആ പൊടി ഐറ്റം, മൈദയുടെ പൊടി കോട്ടിങ്ങിനുള്ള പൊടിയും അത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ആ സംഭവമില്ലേ, അതും ഉണ്ടാക്കാവുള്ളൂ. ഇതാണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ KFCയുടെ ചിക്കനാണ്. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ആ മിക്സ് ചെയ്ത ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ട് സംഭവിച്ചതാണ്. അതിന് സോറി പറയുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.